നമസ്കാരം. ഇനി ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, 27 നക്ഷത്രങ്ങളെയും അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി എന്നീ 9 നക്ഷത്രങ്ങളാണ് ദേവഗണത്തിൽ വരുന്നത്. ദേവഗണ നക്ഷത്രങ്ങളിൽ ജനിച്ച മനുഷ്യർ കുറച്ചൊക്കെ ആദർശം നോക്കുന്നവരായിരിക്കും. ജീവിതത്തെ തത്വചിന്താപരമായ കാഴ്ചപ്പാടിലൂടെയാണ് ഇവർ നോക്കുന്നത്. ത്രിഗുണങ്ങളിൽ സത്വഗുണം ഏറി നിൽക്കുന്ന മനുഷ്യർ ദേവഗണക്കാരാണ്. അസുരഗണക്കാരുമായി ഇവർ നിത്യശത്രുത പുലർത്തുന്നു. വിവാഹപ്പൊരുത്തത്തിൽ ഗണപ്പൊരുത്തം എന്നൊന്നുണ്ട്. 10 പൊരുത്തങ്ങളിൽ പ്രധാനപ്പെട്ടതാണത്. ദേവഗണക്കാരും മാത്രമേ ദാമ്പത്യത്തിന് ഉത്തമമായുള്ളൂ. എന്നാൽ ദേവഗണത്തിൽ ജനിക്കുന്നവർ മനുഷ്യഗണക്കാരെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ആ പൊരുത്തം മധ്യമം ആയി പരിഗണിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ദേവഗണക്കാരെ രക്ഷിക്കുവാൻ അദൃശ്യ ശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ തോന്നാം. വിജയികളാവാൻ ഭാഗ്യമുള്ളവരാണ്. രക്ഷാഹസ്തങ്ങളുമായി ദേവദൂതന്മാർ കടന്നു വന്നേക്കാം. നാം അതിനെ ഭാഗ്യമെന്നോ ദൈവാനുകൂലമെന്നോ പറയുന്നു. ഭാഗ്യവന്തം പ്രസൂയേഥാ, ഭാഗ്യവാനെ പ്രസവിക്കൂ എന്ന് ഗർഭവതിയായ പാഞ്ചാലിയോട് കുന്തിദേവി പറയുന്നത് ഇവിടെ സ്മരിക്കാം. എന്തായാലും ദേവഗണക്കാർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവാനുകൂല്യം കൂടുതലുള്ളവരാണ്. ഇനി ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി തുടങ്ങിയ 9 നക്ഷത്രങ്ങൾ. ഇവ മനുഷ്യ ഗണനക്ഷത്രങ്ങളായി പരിഗണിക്കുന്നു. ഈ നക്ഷത്രക്കാരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്തു കാണിക്കുന്ന സ്വഭാവമുള്ളവരായി നമുക്ക് മനസ്സിലാക്കാം. എല്ലാ വികാരവിചാരങ്ങളും ഒട്ടുമൊളിക്കാതെ പച്ചയായ മനുഷ്യ സഹജമായ പെരുമാറ്റത്തോടെ തുറന്നു കാണിക്കുന്നവരാണ്. അടുത്തത് കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ടമൂലം, അവിട്ടം, ചതയം എന്നീ അസുര രാക്ഷസഗണത്തിലെ 9 നക്ഷത്രങ്ങളാണ്. അസുരഗണത്തിൽ ജനിക്കുന്നവർ ആണായാലും പെണ്ണായാലും സംശയമില്ല ശക്തരാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ജന്മസിദ്ധമായി തന്നെ അവരിലുണ്ട്. ദേവഗണക്കാരും അസുരഗണക്കാരും തമ്മിലുള്ള ദാമ്പത്യത്തിൽ കലഹങ്ങൾ ഉണ്ടാവാം. രാക്ഷസി ച യഥാ കന്യാ മാനവശ്ച വരോ ഭവേത്. രാക്ഷസഗണക്കാരി മനുഷ്യഗണത്തിലെ പുരുഷനെ വരിച്ചാൽ, വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ശ്ലോകത്തിലെ അടുത്ത 2 വരികളിൽ പറയുന്നു. തഥാ മൃത്യുർ ന ദൂരസ്ഥം നിർധനത്വ മതോപിവാ. 2 നക്ഷത്രക്കാരും തന്നെ 2 സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടി വരാം. വിയോഗം വരാം, മരണം വരാം, പരിപൂർണ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വന്നേക്കാം. ഇനി ദേവനും അസുരനുമായാലോ യുദ്ധമായിരിക്കും ഫലം. അതേസമയം ദേവനും അസുരനും ഇണങ്ങാനാവുന്നത് മനുഷ്യനോട് മാത്രമാണ്. അനുരഞ്ജനം നടത്താൻ, സ്നേഹിക്കാൻ മനുഷ്യഗണക്കാർക്ക് മാത്രമേ കഴിവുള്ളൂ. അസുരഗണത്തിലെ സ്ത്രീക്ക് മനുഷ്യഗണത്തിൽ പിറന്ന പുരുഷൻ ഒരിക്കലും യോജിച്ചതാവില്ല. അസുരഗണത്തിലെ പുരുഷന് മനുഷ്യ സ്ത്രീയെ വിവാഹം കഴിക്കാവുന്നതുമാണ്. അഗ്നിഹോത്രി നിയോഗപ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.